ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കല്യാണം ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയോടുകൂടി എൻ്റെ ഇത് നോക്കിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് കല്യാണം റിലേറ്റഡ് അല്ല, പക്ഷെ കല്യാണത്തിന് മുന്നേ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം, ഹോസ്പിറ്റലൈസ്ഡ് കാരണമൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മിക്ക ഷോർട്സിൻ്റെയും വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ വരുന്നൊരു കമൻറ്റാണ്, ബ്രൈഡൽ സാരി കാണിക്കുമോ, ബ്രൈഡൽ സാരി കാണിക്കുമോ എന്ന്. അപ്പോൾ ഓക്കെ, ഞാൻ ബ്രൈഡൽ സാരി കാണിക്കാം. പക്ഷെ ഞാൻ ബ്രൈഡൽ സാരി ചുറ്റിയിട്ടുള്ള, അതായത് നമ്മുടെ ബ്രൈഡ് ലുക്കിലുള്ള ക്ലിപ്പിംഗ്സ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം ഒരുപാട് കണ്ട് മടുക്കുമല്ലോ. പക്ഷെ ഞാൻ സാരി കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ സാരി ഞാൻ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്ത് നെയ്പ്പിച്ചെടുത്ത സാരിയാണ്. അതായത് പ്യോർ കാഞ്ചീപുരം ഹാൻഡ്ലൂം സാരിയാണ് എൻ്റെ ബ്രൈഡൽ സാരി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അതായത് ബ്രൈഡൽ സാരി എടുക്കാൻ പോകുന്ന വീഡിയോ, അല്ലെങ്കിൽ ബ്രൈഡൽ സാരിയുടെ കസ്റ്റമൈസേഷൻ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ കളറിൻ്റെ പാറ്റേൺ സെലക്ട് ചെയ്യുന്നത്, ഡിസൈനിൻ്റെ പാറ്റേൺ സെലക്ട് ചെയ്യുന്നത്, അതിൻ്റെ ബോർഡർ എങ്ങനെ വേണം, പല്ലു എങ്ങനെ വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത് ഞാൻ വാട്സാപ്പ് ത്രൂ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും അവൈലബിൾ അല്ല. ഞാനത് ചാറ്റൊന്നും ഇപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, കാണിക്കുന്നില്ല. എൻ്റെ ബ്രൈഡൽ സാരി സെലക്ഷൻ ഫുൾ ഓൺലൈൻ ത്രൂ ആയിരുന്നു. ഈവൻ എൻ്റെ സാരി ഞാൻ കാണുന്നത് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് അവർ കൊറിയർ അയച്ചതിൻ്റെ കയ്യിൽ കിട്ടുമ്പോഴാണ്. കാരണം എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം എൻ്റെ ഒരു ആഗ്രഹം, കുറേ വർഷത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനത്തെ ഒരു ടൈപ്പ് സാരി വേണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ വളരെ നമ്മൾ ഉറുമ്പരിമണി കൂട്ടാന്ന് പറയില്ല, അതുപോലെ ചെയ്ത് ഞാൻ മേടിച്ചൊരു സാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കസ്റ്റമൈസ് ചെയ്യിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇതൊക്കെ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം എനിക്ക് പറ്റിയില്ല. പിന്നെ നമ്മൾ വീഡിയോ ഇടുന്ന തന്നെ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാട്ടോ. ഗ്യാപ്പ് ഇടാനുള്ള കാരണം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പുള്ളിക്ക് മഞ്ഞപ്പിത്താണ്, ജോണ്ടിയസാണ്. 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ട് തീരെ വയ്യായിരുന്നു. ഇന്നൊക്കെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നമ്മളെ ഒരു ടയർഡൊക്കെ ഒന്ന് മാറുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അത്രേ ആയിട്ടുള്ളൂ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അതുപോലെ തന്നെ പിറ്റേന്ന് രാവിലെ വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുപോകുക. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും അദ്ദേഹത്തിന്, പുള്ളിക്ക് കൊടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഫോർമാലിറ്റിയിലൊക്കെ പറയുന്നൊന്നുമല്ല കേട്ടോ. ഞാൻ ഇത് ആശുപത്രി, അതുപോലെ തന്നെ വയ്യായിക അല്ലെങ്കിൽ അസുഖം എന്നുള്ളതിൻ്റെയൊക്കെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രയാസം എന്താകും ഒരു മനുഷ്യരെന്നുള്ളതിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചിട്ടും അതുപോലെ തന്നെ എനിക്ക് അറിയുന്നതുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്ത് പുള്ളി എന്താ പറയുക, അപ്പുറത്തെ റൂമിലായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിക്കണം, അതായത് രാത്രി പനി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഷിവറിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ തന്നെയാണ് കിടപ്പ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുള്ളീനെ ഇറക്കി വിട്ടിട്ട് വേണം അത് വീഡിയോ ഒക്കെ എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എനിക്ക് മെൻ്റലി പോസിബിൾ അല്ലാത്ത കാരണമാണ് ഞാൻ വീഡിയോസ് റീസെൻ്റ്ലി ഇടാത്തത്. പക്ഷേ ഇന്നൊക്കെ ആളിങ്ങനെ എണീറ്റ് നടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി റൂമിലില്ലാത്ത സമയത്ത് ഞാൻ വീഡിയോ എടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് കയറിയത്. അപ്പോൾ വീഡിയോ ഞാൻ 2-3 ദിവസം മുന്നേ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പുള്ളിയുടെ ആരോഗ്യ പ്രശ്നം കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും കം ബാക്ക് ടു നമ്മുടെ പോയിന്റ്. നമ്മുടെ ടോപ്പിക്ക് നമ്മുടെ ബ്രൈഡൽ സാരിയാണ്. അപ്പോൾ ബ്രൈഡൽ സാരി കസ്റ്റമൈസേഷനെ കുറിച്ചിട്ടൊന്നും ഒരുപാട് ആളുകൾക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും അതിനെപ്പറ്റി അറിയണം, അല്ലെങ്കിൽ അത് താല്പര്യമുണ്ട് എന്നുള്ളവരൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ വേറെ വീഡിയോ ആയിട്ട് തന്നെ ഇടാം. കാരണം ഇതിൽ ഞാൻ കൂടുതൽ പറയാത്തത് എല്ലാവർക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം നമുക്ക് വളരെ ഈസി ടു ആക്സസ് ആണ് ഈ ബ്രൈഡൽ സാരിയൊക്കെ ഷോപ്പിൽ പോയാലൊക്കെ കിട്ടുന്നത്. ആ സമയത്ത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട, അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യിക്കേണ്ട അങ്ങനെ എല്ലാവർക്കും താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. സാരി ഞാൻ കാണിച്ചു തരാം. എനിക്ക് എൻ്റെ കല്യാണ സാരി ഒരു ഗോൾഡൻ ബോഡി വിത്ത് റെഡ് ബോർഡർ, അതിലേക്ക് ഒരു ഗ്രീൻ പൈപ്പിംഗ് ബോർഡർ, ഇതാണ് എൻ്റെ ഒരു കല്യാണ സാരിയെ കുറിച്ച് എനിക്ക് കുറച്ച് കാലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം. അത് അതേപോലെ തന്നെ നടന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് കോംപ്ലിമെന്റ്സ് എൻ്റെ സാരിക്കും ബ്ലൗസിനൊക്കെ പറഞ്ഞു. നേരിട്ട് ഇപ്പോൾ നമ്മൾ കല്യാണത്തിന് ഇങ്ങനെ വേദിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നൊരു അടിപൊളിയായിട്ടുണ്ടോ സാരി, അടിപൊളിയായിട്ടുണ്ടോ ബ്ലൗസ് എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ ഇത്രയും കാലം സ്വപ്നം കണ്ടതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതായിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ചിലരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
അങ്ങനെ ഒരു നോർമലി ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ഗോൾഡൻ ബോഡി, റെഡ് ബോർഡർ അല്ലെങ്കിൽ കോൺട്രാസ്റ്റഡ് ബോർഡർ വന്നിട്ടുള്ള സാരികളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിലേക്ക് ഗ്രീൻ പൈപ്പിംഗ് ബോർഡറാണ് ആ സാരിയുടെ ഒരു ഫുൾ എലഗൻ ലുക്ക്, നമ്മളൊരു വേറെ ലെവലിലേക്ക് ആ സാരി മാറ്റുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാരി നെയ്തെടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പം ഗ്രീൻ പൈപ്പിംഗ് ബോർഡർ അതെനിക്ക് മസ്റ്റ് ആയിരുന്നു. ഇപ്പം ഈ 2 കളർ കിട്ടിയില്ലെങ്കിലും ഏത് സാരി എടുത്താലും ഗ്രീൻ പൈപ്പിംഗ് ബോർഡർ മസ്റ്റ് ആയിരുന്നു. ഈ പൈപ്പിംഗ് ബോർഡർ എന്താണെന്നുള്ളത് ഞാനിവിടെ ഒരു പിക്ചർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് പൈപ്പിംഗ് ബോർഡർ. അപ്പോൾ ഇങ്ങനെ വരുന്ന സാരി കുറച്ചും കൂടി നമ്മളെല്ലാ അതിലുള്ള ഓൾറെഡി ഉള്ള വർക്ക്സിനെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് എനിക്കങ്ങനെയാണ് ഇഷ്ടം. പൊതുവേ ഈ 2 കളറുള്ള സാരി ചുറ്റുമ്പോൾ തടി ഒന്നുകൂടി തോന്നിക്കുക ചെയ്യും. ഓൾറെഡി ഞാൻ ഈ നെബിലൈസേഷൻ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ടുള്ള നീർക്കെട്ടുള്ളത് കൊണ്ട് ഓൾറെഡി തടി പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇങ്ങനെ എടുത്തപ്പോൾ കുറച്ചും കൂടി തടി തോന്നിയിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ലായിരുന്നു. കാരണം എൻ്റെ ഒരു ആഗ്രഹമുള്ള സാരി ഉടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ സാരി കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ആക്ച്വലി വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നേ എന്ന് എനിക്കറിയില്ല. അപ്പം ഇതാണ് എൻ്റെ കല്യാണ സാരി കേട്ടോ. അടിപൊളി പക്ഷെ ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ. ഈ ഹാൻഡ്ലൂം സാരികളുടെ പ്രത്യേകതയാണ്. ചില ഹാൻഡ്ലൂം സാരി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ ഗോൾഡൻ അതുപോലെ തന്നെ സിൽവർ സാരി ഒക്കെ യൂസ് ചെയ്ത് പോയത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര അതായത് നമ്മൾ ലൂമെന്ന് ഫ്രഷ് ആയിട്ടുള്ള സാധനമല്ലേ. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റീം ഒന്നും യൂസ് ചെയ്യില്ല. പക്ഷെ ഞാൻ കല്യാണത്തിൻ്റെ തലേന്ന് സ്റ്റീം യൂസ് ചെയ്തിട്ടാണ് അയൺ ചെയ്യിപ്പിച്ചത്. അപ്പോൾ സാരി ഇതാണ്. ഇതിനകത്ത് പീക്കോക്ക് ചെക്കാണ് വരുന്നത്. ആ പീക്കോക്കും അതുപോലെ തന്നെ ആ ചെക്കും വരുന്നത് സിൽവർ സാരിയാണ്. ബാക്കിയുള്ളത് ഫുൾ ഗോൾഡൻ സാരിയാണ്. ഭയങ്കര ഭംഗിയുള്ള സാരി. എനിക്ക് ഇപ്പോഴും ഉണ്ടല്ലോ ഈ സാരി, എന്താ പറയുക, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നമ്മളൊരുപാട് നമ്മുടെ ഹാർഡ് വർക്ക് ഇൻപുട്ട് ചെയ്തുള്ള സാധനത്തിനോട് നമുക്ക് ഉണ്ടാവുന്ന കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഈ സാരി ഭയങ്കര എന്താ പറയാ. എനിക്കിപ്പോഴത് എൻ്റെ അമ്മോട് പറയട്ടെ, അമ്മനോട് പറയും എന്തിനാ മോളെ ഇത്രയും വില കൊടുത്ത് സാരി മേടിക്കണം, പിന്നെ അത് ഉപയോഗിക്കില്ലല്ലോ. പക്ഷെ ഞാൻ ഉപയോഗിക്കും. ഞാൻ ഈ സാരി വീണ്ടും എടുക്കും. ഏത് ഫംഗ്ഷൻ വരുമ്പോഴാണെങ്കിലും എനിക്കങ്ങനെ ഇന്ന ഫംഗ്ഷന് ഇത്ര ബഡ്ജറ്റുള്ള സാരി, ഇന്ന ഫംഗ്ഷന് ഇങ്ങനത്തെ ചുരിദാർ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്കില്ല. നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെയാണോ അങ്ങനെ പോവാൻ എൻ്റെ മൂഡിനനുസരിച്ചിട്ട് അതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ സാരി എന്തായാലും ഞാൻ റീയൂസ് ചെയ്യും. ചിലർക്ക് ഇങ്ങനത്തെ മന്ത്രകൂടി സാരികളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാരികളൊക്കെ പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള തോട്ടക്കണം. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച സാധനങ്ങളല്ലേ വീണ്ടും ഉപയോഗിക്കണ്ടേ. അപ്പം ഇതാണ് സാരി. സാരിയുടെ ബോർഡർ ഞാൻ കാണിച്ചിട്ട് കേട്ടോ. സാരിയുടെ ബോർഡറിൽ ആനയാണ്. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഈ സൈഡില് 5 ഇഞ്ച് ബോർഡർ, അതായത് താഴ്ഭാഗം വരുന്ന സൈഡിൽ 5 ഇഞ്ചിന്റെ ബോർഡർ, 5 ഇഞ്ചിന്റെ ബോർഡറും അതേസമയം നമ്മുടെ അപ്പർ പോർഷനിൽ വരുന്ന സ്ഥലത്ത് കാണുന്നുണ്ടോ കണ്ടോ, ഇത് 8 ഇഞ്ചിന്റെ ബോർഡറാണ്. നല്ല ഭംഗി. അതിനകത്ത് മൊത്തം ആനയാട്ടോ വരുന്നത്. ആനയല്ല, നമ്മൾ പണ്ട് 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലേക്ക് പഠിക്കില്ലേ ഐരാവതം, ആ സാധനമില്ലേ, അതാണ് ഈ സാരിയുടെ ബോർഡറിനകത്തുള്ളത് കേട്ടോ. ഒരു പീക്കോക്ക് ആൻഡ് ആന കോമ്പിനേഷൻ ആയിരുന്നു. ഈ പീക്കോക്ക് ആൻഡ് ആന കോമ്പിനേഷൻ എൻ്റെ കല്യാണത്തിൻ്റെ എല്ലാ സാധനത്തിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ലോങ് ചെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഈ മാല ആനയുടെയും അതുപോലെ തന്നെ മയിലിൻ്റെയും ചെറിയൊരു ടച്ചിങ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വള ഫുൾ ആനയായിരുന്നു. ഈവൻ ഈ ബ്ലൗസ് ഞാൻ ഡിസൈൻ ചെയ്തത് പോലും ആന ഐരാവതം ആ ഒരു കോമ്പിനേഷൻ തീമിലാണ്. ഇതിൻ്റെ പല്ലു ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പല്ലു ദേ ഇങ്ങനെയാട്ടോ വരുന്നത്. പല്ല് 8 ഇഞ്ചിന്റെ ബോർഡർ, അതിനകത്തൊക്കെ പീക്കോക്കിന്റെ വർക്കാണ്. പിന്നെ ഒരു 5 ഇഞ്ചിന്റെ ബോർഡർ. നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു പല്ലു വരുന്നത് ഒരു ഓറഞ്ച് ഗോൾഡിഷ് കളറിലാട്ടോ. അതാണ് എൻ്റെ സാരിയിൽ ഞാൻ വിചാരിച്ചതാകെ 3 കളറാണ്, പക്ഷെ ഒരു 4-5 കളർ വന്നു. അതായത് സിൽവർ വന്നു, ഗോൾഡൻ വന്നു, ഈ ഓറഞ്ച് കോമ്പിനേഷനിൽ വരുന്ന ഗോൾഡ് വന്നു, പ്യോർ റെഡ് വന്നു. അപ്പൊ തന്നെ എത്രയും 3 4 പിന്നെ ഈ 5 ഈ ഗ്രീൻ 5, അങ്ങനെ 5 കളറുള്ളൊരു സാരിയായിരുന്നു എൻ്റെ കല്യാണ സാരി. ഇതിന്റെ ബോർഡർ
എന്തൊരു ഗ്രാൻഡ് ലുക്ക്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ആഗ്രഹമായിരുന്ന ഒരു ടൈപ്പ് സാരി തന്നെ എൻ്റെ കല്യാണത്തിന് ഉടുക്കാൻ പറ്റി. കാരണം എൻ്റെ ഒരു ആരോഗ്യ പ്രശ്നം കാരണം എനിക്കിതൊന്നും എടുക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചുറ്റിയുടെ കല്യാണം കഴിക്കാം എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റി, ചെയ്യിക്കാൻ പറ്റി. എൻ്റെ ആഗ്രഹം പോലെ ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചതാണ്. ഈ ആനയുടെ ടൈപ്പ് ആന വേണം, അതുപോലെ തന്നെ പല്ലൂല് ബോർഡറുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊന്നും വേണ്ട, പല്ലൂല് വേറെ ഡിസൈൻ വേണം. അതൊരു പീക്കോക്കാണ് പല്ലൂല് ചെയ്തത്. 2 ബോർഡറിനകത്ത് ഇതിനകത്ത് കുറച്ചും കൂടി ബോർഡർ എക്സ്ട്രാ വരുന്നുണ്ട്, ഇവിടെ അത്ര വരുന്നില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് അങ്ങോട്ട് പറഞ്ഞൊരു നീഡ് എന്താ പറഞ്ഞാൽ ഈ ചെക്കിന് പകരം ഫ്ലോറൽ മതി എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്തപ്പോൾ നോർമലി ഫ്ലോറൽ എപ്പോഴും കാണുന്നതാണ്, ചെക്കായിരിക്കും കുറച്ചും കൂടി ഭംഗി എന്ന് പറഞ്ഞ് നമ്മൾ ദെൻ ചെക്കിലേക്ക് സ്വിച്ച് ചെയ്യാണ് ചെയ്തത്. എൻ്റെ ഒരു ഐഡിയയിൽ ഫ്ലോറൽ ആയിട്ടുള്ളൊരു ഗോൾഡൻ ബോഡി, അതിലേക്ക് ഇതേപോലെ ആനയുടെ ബോർഡർ, പീക്കോക്കിൻ്റെ പല്ലു, അങ്ങനെയാണ് നമ്മൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ പൈപ്പിംഗ് ബോർഡ് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് കേട്ടോ, ഇതാണ് പൈപ്പിംഗ് ബോർഡ്. ഈ പച്ച വരുന്നില്ലേ, ഈ പച്ചയാണ് പൈപ്പിംഗ് ബോർഡ്. ഈ സാരി ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ. എനിക്ക് എന്താ പറയാ, ആ പച്ച അതിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ റെഡും ഗോൾഡനൊക്കെ എടുത്ത് കാണും. ഞാനിങ്ങനെ എന്തൊരു ഭംഗി പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവള് എന്തൊരു സ്വയം പൊക്കി. ഞാൻ എന്നെ പറയുന്നല്ലോ, ഞാൻ സാരിയാണ് ഇപ്പോഴും ഭംഗി പറയുന്നത്. എന്തായാലും അടിപൊളി സാരിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബ്രൈഡൽ സാരി. ഇത് ഇത്ര നേരം സംസാരിച്ചിട്ട് ഈ തുണിയുടെ സ്മെല്ല് എടുക്കുമ്പോൾ എനിക്ക് തീരെ പറ്റില്ല. അപ്പോൾ സാരിയുടെ ഡീറ്റെയിൽസിലേക്ക് ഇനി പോകണ്ടെന്നാണ് ഞാൻ മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബ്രൈഡൽ ബ്ലൗസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സാരിയുടെ ബ്രൈഡൽ ബ്ലൗസ് ഇത് എന്താ പറയുക, ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ്. ഹെവി ഹാൻഡ് വർക്കാണ്. ഒരു തുമ്പ് തുണി ഇതിൽ സ്ലീവിലൊന്നും ഹാൻഡ് വർക്ക് ചെയ്യാൻ ബാക്കിയില്ല, അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്ലാക്ക് സാരി ഉടുക്കാൻ തന്നെ കാരണം എന്താ അറിയോ, ഇത് ബ്ലാക്കിൽ കാണുമ്പോഴേ ഇതിൻ്റെ ഒരു ഇടുപ്പ് അറിയുള്ളൂ. വേറെ വല്ല കളറിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ചുവപ്പോ പച്ച ചുരിദാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാരിയോ ഇവൺ എന്തായാലും ഇതിൻ്റെ ഒരു ഭംഗി എടുത്ത് കാണില്ല. ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഭംഗി എടുത്ത് കാണുള്ളൂ. കുറേ ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലൗസും വന്നിട്ട് വിശാഖിൻ്റെ ബാങ്കിലത്തെ സ്റ്റാഫും അതുപോലെ തന്നെ ബോർഡിലെ മെമ്പേഴ്സിൻ്റെ വൈഫ് അങ്ങനത്തെ ആളുകളൊക്കെ വന്നിട്ട് എന്തൊരു ഭംഗിയാ ബ്ലൗസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എല്ലാവരും ഈ ബ്ലൗസ് എന്തൊരു വൈഡാ എന്തൊരു ഓപ്പൺ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റേജിലെത്തി പരിപാടിയൊക്കെ നമ്മുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ കയറി നല്ല ഭംഗിയുള്ള ബ്ലൗസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സമാധാനം. ഇപ്പോഴാണ് ഒരു ആശ്വാസമായത് എന്നൊക്കെയുള്ളൊരു പണ്ടായിരുന്നു. ഇതിൻ്റെ ബ്ലൗസ് എങ്ങനെ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇത് ഇതിൻ്റെ ബോർഡർ ഇങ്ങനെ ബാക്ക് സൈഡ് ഇങ്ങനെയായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഹാങ്ങിങ് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, റെയിൻ ഡ്രോപ്പ് പോലെ. പിന്നെ ബാക്ക് ഫുൾ നെറ്റാണ്, അതിലും ഫുൾ ഫ്ലോറിലായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ബാക്കിലെ ബോർഡർ, ബാക്കിൽ നമ്മൾ ആ ഒരു ഷേപ്പിന്റെ ബോർഡറിനും ഇത് ഇങ്ങനെ പച്ച ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം പച്ച നമ്മുടെ സാരിയുടെ ബോർഡറിൽ വരുന്നുണ്ടല്ലോ. പിന്നെ നെക്ക് നോർമലി കാരണം നമ്മൾ സാരി മറ്റേ മെർമൈഡ് ലുക്കൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ടിൽ നോർമൽ നെക്കിൽ ബോർഡർ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിലൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ ലാസ്റ്റ് തീരുമാനിച്ച്. കല്യാണത്തിൻ്റെ തലേന്ന് രാത്രിയാണ് ബ്രൈഡൽ ബ്ലൗസ് വരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്ലൗസ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഇട്ട് നോക്കണമെങ്കിൽ എനിക്ക് വെയിക്കണമല്ലോ. ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്ത് നോക്കാൻ നടന്നില്ല. പക്ഷെ ചെറിയ അവരുടെയൊക്കെ ലൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജിഷി ചേച്ചി, ഞാൻ വീണ്ടും പറയുന്നത് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പൊന്നാനിയുള്ള പിലി മേക്ക് ഓവറാണ്. ചേച്ചിയുടെ മേക്കപ്പ് അടിപൊളി, ഭയങ്കര അഫോർഡബിളും ആണ്. പിന്നെ ഭയങ്കര നമ്മളെന്താ പറയുക, ഇങ്ങനെ കൂടെ കൊണ്ട് നടന്ന് ഞാൻ എൻ്റെ രാവിലത്തെ പുലർച്ചെ, അതായത് സെപ്റ്റംബർ 1 പുലർച്ചെ 1:30 എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചേച്ചി പോകുന്നത് എൻ്റെ റിസപ്ഷൻ, വൈകിട്ടത്തെ റിസപ്ഷൻ കഴിഞ്ഞ് രാത്രി 8:30. അത്രയും നേരം എൻ്റെ കൂടെ നിന്ന് വെള്ളം വേണോ, ടിഷ്യൂ വേണോ, എന്തെങ്കിലും കഴിക്കാൻ വേണോ, അങ്ങനെയൊക്കെ ചോദിച്ചു എന്താ പറയാ, നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പോലെ, നമ്മുടെ സ്വന്തം ചേച്ചിയെ പോലെ ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഫിറ്റിങ്സ് ഒക്കെ പിന്നീട് ചേച്ചി ശരിയാക്കി തന്നു. അപ്പോൾ ഇതാണ് ബ്രൈഡൽ ബ്ലൗസ്. ഇതൊക്കെ നമ്മുടെ സാരിയുടെ ബോർഡറിൽ വരുന്ന ടൈപ്പാണ്. ഇതിൽ ഈ ആനയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. ആനയെ കാണുന്നുണ്ടോ അല്ലേ?
നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹാലിംബായി ആണ് എനിക്കിത് ചെയ്തു തന്നത്. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളിനോട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും കുറച്ച് ടൈമിനകത്ത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അതായത് രണ്ടാമത് കല്യാണത്തിന് തൊട്ട് മുന്നേ ഹോസ്പിറ്റലൈസ്ഡ് ആയ തിങ്കളാഴ്ചയില്ല, ആ തിങ്കളാഴ്ചയുടെ ചൊവ്വാഴ്ചയാണ് ഞാൻ ബ്ലൗസ് കൊടുക്കുന്നത്. കാരണം എൻ്റെ ബാക്കിയുള്ള ബ്ലൗസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് വന്നപ്പോൾ ഹെവി ആയി, അതുപോലെ തന്നെ ടൈം കുറച്ച് ലാഗായിപ്പോയി. എന്നിട്ട് ചൊവ്വാഴ്ചയാണ് ഇത് കൊടുത്തിട്ട് എനിക്ക് വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും തന്നു. ഇതിൽ ഓരോ ബീഡ്സും നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തതാണ്. ഇതിലെ ഈ ബീഡ്സ് ഒന്നും നമ്മുടെ നാട്ടിൽ എനിക്ക് കറക്റ്റ് കളർ കിട്ടാഞ്ഞിട്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുത്തിച്ചിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ബീഡ്സൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ ബ്രൈഡൽ ബ്ലൗസ്. ഇനി എനിക്ക് ആക്ച്വലി ഇത് ഞാൻ പോത്തീസ് നിന്ന് എക്സ്ട്രാ പീസ് എടുത്തിട്ടാണ് ചെയ്യിപ്പിച്ചത്. ഇതിന്റെ സെയിം ബ്ലൗസ് അല്ല കേട്ടോ, ഇത് ബ്ലൗസ് പീസ് അല്ല. ഇതിന്റെ സെയിം അതായത് ഈ ബോഡിയിലുള്ളത് സെയിം അല്ല, ബാക്കിലുള്ളത് പിന്നെ നെറ്റ്, റെഡ് നെറ്റ്. പക്ഷെ ഈ സ്ലീവ് ഇതിന്റെ 8 ഇഞ്ച് ബോർഡറാണ്. അപ്പോൾ ഇനിയൊരു ബ്ലൗസ് തയ്ക്കാനുള്ളത് ഞാൻ ഇതിന്റെ തന്നെ ഒറിജിനൽ മെറ്റീരിയൽ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ഹെവി ആയിട്ട് യൂസ് ചെയ്യില്ലല്ലോ. ഇനി ഇതൊരു ലെഹങ്കയോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ആക്കി മാറ്റണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് എനിക്ക്. എപ്പോഴാണ് ചെയ്യാമെന്നൊന്നും അറിയില്ല. ബിക്കോസ് എനിക്ക് ഈ ഇപ്പൊ തന്നെ എടുത്ത ഞാൻ സൗണ്ട് ഇങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്തൊന്നും ഞാൻ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും. കാരണം നമ്മൾ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തത്, അതുപോലെ നമ്മുടെ ഇഷ്ടം, നമ്മുടെ സമയം, ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്ത സാധനമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ എന്തായാലും പ്രിസർവ് ചെയ്യും എങ്ങനെയെങ്കിലും. പിന്നെ വേറെ ലെഹങ്ക ടൈപ്പ് നമ്മൾ ട്രഡീഷണൽ ലെഹങ്കയ്ക്ക് മാത്രമേ ചെയ്യലുള്ളൂ, അല്ലാത്ത ലെഹങ്കയ്ക്ക് ഇത് ചേരുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇതാണ് എൻ്റെ വെഡ്ഡിങ് സാരിയുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.